കേരളത്തിന് ഇത് അഭിമാനമാണ്. നെഞ്ചുലച്ചിൻ്റെ നാളുകളിൽ നിന്നും ഒരു പുഞ്ചിരി മുറ്റത്തേക്ക് നമ്മളെല്ലാം എത്തുകയാണ്. വയനാട് ടൗൺഷിപ്പിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനമാണ്. റവന്യൂ മന്ത്രി കെ രാജൻ നമ്മളോടൊപ്പമുണ്ട്. പുഞ്ചിരി മുറ്റത്താണ്. 1750 അടി മുകളിൽ പുഞ്ചിരി മറ്റത്താണ് ആദ്യത്തെ ഉരുള് പൊട്ടിയത്. ആ ഉരുള് പൊട്ടിയതിൻ്റെ പുഞ്ചിരിമറ്റത്ത് ഉരുളി പൊട്ടിയതിൻ്റെ 1.5 വർഷക്കാലം കഴിയുമ്പോൾ പുഞ്ചിരിയുള്ളൊരു മുറ്റത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു വലിയ വ്യത്യാസം. യഥാർത്ഥത്തിൽ വലിയ ആത്മവിശ്വാസവും വലിയ ധൈര്യവും ഉണ്ടാക്കുന്ന ഒന്നാണ്. ജൂലൈ 30-ന് ഈ മണ്ണിലേക്ക് വന്ന ഓർമ്മ ഇപ്പം ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു പൊന്തുന്നുണ്ട്. ആ ചളിയിൽ പുതഞ്ഞു പോയ 298 മനുഷ്യരുടെ ബാക്കിയാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. എപ്പോഴും വലിയ സഹായമാണ് റിപ്പോർട്ടർ ഈ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. ഞങ്ങളോട് വിമർശനം ഉന്നയിക്കുമ്പോഴും ഞങ്ങൾ ചെയ്യേണ്ടത്, സർക്കാർ ചെയ്യേണ്ടത് എന്ത് എന്ന് ഓരോ പോയിന്റിലും ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ പോയിന്റുകളിലെല്ലാം ചെറുതും വലുതുമായിട്ടുള്ള കുറവുകൾ മറികടന്നുകൊണ്ട് വളരെ വേഗം ആ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ പറ്റി. യഥാർത്ഥത്തിൽ ദുരന്തം ജൂലൈ 30-നുണ്ടായി. 64-ാമത്തെ ദിവസം ഒക്ടോബർ 4-ന് എൽസ്റ്റോൺ എസ്റ്റേറ്റ് ഗവൺമെൻറ് ഏറ്റെടുത്തതാണ്. അന്ന് എൽസ്റ്റോൺ എസ്റ്റേറ്റ് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ കഴിഞ്ഞ ജൂലൈ 30-ന് തന്നെ ഈ വീടുകൾ സമർപ്പിക്കാമായിരുന്നു. പക്ഷേ ജൂലൈ 30-നുണ്ടായ ദുരന്തത്തിൽ ഒക്ടോബർ 4-ന് ഏറ്റെടുത്ത ഈ എൽസ്റ്റോണിലെ ഭൂമി പിന്നീട് കോടതി വ്യവഹാരങ്ങളിലേക്ക് പോയി. ഏറ്റെടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയിലേക്ക് പോയി. ഡിസംബർ മാസം 27-ാം തീയതി കോടതി ഇവിടെ പ്രവേശിക്കാം, പക്ഷേ തുക തീരുമാനിക്കാതെ, LARRൻ്റെ തുക തീരുമാനിക്കാതെ പണി തുടങ്ങരുതെന്ന് പറഞ്ഞു. ജനുവരി 7-ാം തീയതി, ഡേറ്റൊക്കെ ഇങ്ങനെ കൃത്യം ഓർമ്മയാണ്, ജനുവരി 7-ാം തീയതി നമ്മൾ പ്രഖ്യാപിച്ച് ഭൂമി ഏറ്റെടുത്തു. ഇവിടെ ജിയോഗ്രാഫിക്കൽ സർവേ മുതൽ സകല സർവേകളും ആരംഭിച്ചു. മാർച്ച് 7-ാം തീയതി കോടതി വിധി വന്നു. നിങ്ങൾക്ക് തുക കെട്ടിവെക്കാൻ 22 കോടിയിലധികം തുക കെട്ടിവെക്കാനുള്ള നിർദ്ദേശം വന്നു. വീണ്ടും എസ്റ്റേറ്റ് ഉടമകൾ കോടതിയിൽ പോയി. മാർച്ച് 27-ന് ഇവിടെ ഉദ്ഘാടനത്തിന് അനുവാദം തന്നു. പക്ഷെ നിർമ്മാണത്തിന് ഇനിയും തുക കംപ്ലീറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ ഏപ്രിൽ 11-നാണ് യഥാർത്ഥത്തിൽ വൈകുന്നേരം കോടതി വെക്കേഷൻ അടയ്ക്കുന്നതിന് അന്ന് വൈകുന്നേരം തുക കുറച്ചുകൂടി കൂട്ടി അടച്ച് ഏറ്റെടുക്കാൻ പറഞ്ഞു. ജില്ലാ കളക്ടറോട് അപ്പം തന്നെ വിളിച്ച് നിർദ്ദേശിച്ചു. ഒരുപക്ഷെ ഒരു ഭൂമി ഏറ്റെടുക്കലും ഇല്ലാത്ത പോലെ അന്ന് രാത്രി 11:30 മണിക്ക് തന്നെ ജില്ലാ കളക്ടർ പണമടച്ചു. 12-ാം തീയതി ഭൂമി ഏറ്റെടുത്ത വിജ്ഞാപനം ഇറക്കി. ഏപ്രിൽ 13-ാം തീയതി നിർമ്മാണം ആരംഭിച്ചു. പിന്നെയും സുപ്രീം കോടതി പോയി, പക്ഷേ SLP സുപ്രീം കോടതി എടുത്തില്ല. ഞാൻ പറഞ്ഞത് ഒക്ടോബർ 4 മുതൽ ഏപ്രിൽ 13 വരെയുള്ള ദിവസങ്ങൾ കോടതി വ്യവഹാരത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ 2025 ജൂലൈ 30-ന് ദുരന്തത്തിൻ്റെ ആദ്യ ഓർമ്മ ദിനത്തിൽ നമുക്കിത് കൊടുക്കാമായിരുന്നു. പിന്നെ പണി തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇങ്ങനെയൊരു മഴ വയനാട് കണ്ടിട്ടില്ല. നവംബർ മാസം വരെ മഴയോട് മഴയായിരുന്നു. എന്തുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ കുറേ കണക്ക് പറയുന്നുണ്ട്, ചാനലുകളൊക്കെ ആ കൂട്ടത്തിൽ കണക്കും പറഞ്ഞിട്ടുണ്ട്. 760 ഹരിക്കണം 410, അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഓരോരുത്തർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നില്ലേ? എത്ര അനുഭവങ്ങളാണ് കേരളത്തിനുള്ളത്. ഓഗസ്റ്റ് 24-ാം തീയതി ദുരന്തബാധിതരെ അവസാനത്തെ ആളും ക്യാമ്പിലുള്ള സമയത്ത് അന്നത്തെ ചീഫ് സെക്രട്ടറി V. വേണു IAS-നെ ഞങ്ങൾ ചുമതലപ്പെടുത്തി അവരുമായി സംസാരിക്കാൻ. ലോകത്തെ ആദ്യത്തെ ദുരന്ത നിവാരണത്തിൻ്റെ ജനാധിപത്യ മര്യാദയായിരുന്നു അത്. വേണു അവരോട് സംസാരിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്കിനി പലായനം പറ്റില്ല. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു പലായനം, വരാൻ പോകുന്ന പലായനങ്ങളുടെ ദുരന്തപൂർണ്ണമായിട്ടുള്ള ഓർമ്മയിൽ ലോകത്തൊരിടത്ത് മിസൈൽ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ പുത്തുമലയിൽ നിന്ന് ചൂരൽമലയിലേക്ക് പലായനം ചെയ്തു. ഇനി ചൂരൽമലയിലേക്ക് അടുത്ത സ്ഥലത്തേക്ക് പലായനം. ഞങ്ങൾക്കിത് പറ്റില്ല. ഞങ്ങൾക്ക് ഒറ്റപ്പെട്ട ജീവിതം സാധ്യമല്ല. ഞങ്ങളിൽ 100 കണക്കിന് പേരെ ദൈവം എടുത്തു. ഇനി ഞങ്ങൾ ബാക്കിയുള്ളവർക്ക് മുഖത്തോട് മുഖം നോക്കി ഒരുമിച്ച് ജീവിക്കാൻ ഒരിടം വേണം. ഒരു മുൻധാരണകൾ നമുക്കില്ല. നമ്മുടെ ആർക്കൈവ്സുകളിൽ ഇങ്ങനെ ഒരു നഗരം നിർമ്മിക്കാൻ ഏതെങ്കിലും വിധത്തിൽ നടത്തിയ ഒരു പ്രവർത്തനത്തിൻ്റെ മുൻപരിചയങ്ങളില്ല. രണ്ടും കൽപ്പിച്ച് നമ്മളങ്ങ് ഏറ്റെടുത്തു. അവരെ ഒരുമിച്ച് താമസിപ്പിക്കാൻ എവിടെ പറ്റും? 25 എസ്റ്റേറ്റുകൾ നോക്കി 9 സുരക്ഷിതമെന്ന് ജോൺ മത്തായി കണ്ടെത്തി. അതിൽ കൽപ്പറ്റ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ളൊരു സ്ഥലം നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണാം. നമ്മൾ 35 ക്ലസ്റ്റർ, ആ 35 ക്ലസ്റ്ററുകളിൽ ഓരോ ക്ലസ്റ്ററിൻ്റെയും മുറ്റത്ത് ഇങ്ങനെ മനോഹരമായിട്ടുള്ള പൂന്തോട്ടം. നേരെ ഗേറ്റ് തുറന്നിറങ്ങി വരുന്നത് ഒരു റോട്ടിലേക്ക്. ഇന്ന് ഇവിടെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ ജില്ലാ ടീം ഇത് ഏറ്റുവാങ്ങുന്നവരെ കേവലം താക്കോല് കൊടുത്തല്ല സ്വീകരിക്കുന്നത്. സുരക്ഷിതമായിട്ടുള്ള ഭൂമിക്ക് റവന്യൂ വകുപ്പ് കൊടുക്കുന്ന പട്ടയം. അവർക്ക് ഇനി ലൊക്കേഷൻ സ്കെച്ച് അന്വേഷിച്ച് പോകണ്ട, അവർക്ക് ഈ ഭൂമിയുടെ തരം നോക്കണ്ട, തരം മാറ്റണ്ട. ഏറ്റവും വിശ്വസ്തയോടെ റവന്യൂ വകുപ്പ് കൊടുക്കുന്ന പട്ടയം. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ നിശ്ചയിച്ചതുപോലെ ഒരു പൊക്കിൾക്കൊടി ബന്ധമറുത്ത് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുമ്പോൾ എന്തെല്ലാമാണ് അവർക്ക് വേണ്ടത്? റേഷൻ കാർഡ് വേണം,
ഇലക്ട്രിസിറ്റി കണക്ഷൻ വേണം, ഇലക്ഷൻ ID കാർഡ് വേണം, ആധാർ കാർഡ് വേണം. അതെല്ലാം കൂട്ടി ഒരു സെറ്റാക്കി അവരെ യഥാർത്ഥത്തിൽ കേവലം ഒരു വീടിൻ്റെ താക്കോല് കൊടുക്കുകയല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമി പലതായി, പണം പലതായി പകുത്തു കൊടുത്താൽ അവർ ഈ ലോകത്തിൻ്റെ എണ്ണമറ്റ മൂലകളിൽ വീണ്ടും ഒരിക്കലും കാണാൻ പറ്റാത്തതുപോലെ ഒറ്റപ്പെട്ടു പോയനെ. ഇപ്പോൾ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ ചൂരൽമലയിലെ തങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ അതേ ഓർമ്മ, ചിലപ്പോൾ അത്ര സ്ഥലമായിരിക്കില്ല, അതേ ആശയമായിരിക്കില്ല. ഇപ്പോൾ നമ്മൾ രാവിലെ വന്നിക്കുമ്പോൾ കോട ഇറങ്ങുന്ന മനോഹരമായ കാഴ്ച കണ്ടല്ലോ. ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ കിട്ടാത്ത അനുഭവമാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. ഇതൊന്ന് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ ആദ്യത്തെ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു സിറ്റി. ഇവിടെ കുടുംബാരോഗ്യ കേന്ദ്രം വരും, ഇവിടെ വിദ്യാഭ്യാസ സംവിധാനം വരും, ഇവിടെ കളിക്കളം വരും, ഇവിടെ മാർക്കറ്റ് വരും, ഇവിടെ അംഗനവാടി വരും. ഇതെല്ലാം കൂടി ഒന്നിനും പുറത്തിറങ്ങാണ്ടാത്ത വിധത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയൊരു നഗരം പലതാക്കി മുറിക്കാതെ ഒരുമിപ്പിക്കുക എന്നുള്ള കർത്തവ്യമാണ് ഗവൺമെൻറ് നടത്തിയത്. പിന്നെ ആരോ പറഞ്ഞതുപോലെ ഞങ്ങൾ കല്ലിട്ട് പോകുന്നവരല്ല, ഇട്ട കല്ലുമ്മ കല്ല് കൂട്ടി വെച്ച് അത് വീടാക്കി കൈമാറുന്നത് വരെ പിന്നാലെ നിൽക്കുന്നവരാണ് എന്നുള്ളത് ഇപ്പോൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്നത്തെ ഇതിൻ്റെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് അതിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാവരും പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് നമ്മളൊരു നാട് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ഇവിടെ ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും പറയുന്നത് പോലെ തിരഞ്ഞെടുപ്പോ രാഷ്ട്രീയമോ ഒന്നും ഇതിൻ്റെ ഘടകമേ അല്ല. ആദ്യം മുതൽ ആരംഭിക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾ പറയും, ഇവിടെ സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരു അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്റാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും പക്ഷമില്ലാത്തവരും ശബ്ദമുള്ളവരും ഇല്ലാത്തവരും സമരം നടത്തിയവരും കരഞ്ഞവരും കണ്ണീര് തൂകിയവരും ഒക്കെ അടക്കം മലയാളത്തെ സ്നേഹിക്കുന്ന എല്ലാവരും. ഇപ്പോൾ ജില്ലാ കളക്ടർ മലയാളിയല്ല, ജില്ലാ കളക്ടർ മലയാളിയല്ല, ജില്ലാ കളക്ടർ കേരള കേഡറാണ് എന്നുള്ളതാണ് കേരളവുമായിട്ടുള്ള പൊക്കിൾക്കൊടി ബന്ധം. റവന്യൂ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ള നാറ്റിവിറ്റി കാർഡ് കൊടുക്കാൻ പറ്റിയ കേരളീയനല്ല മാഗസ്ട്രി IAS എന്ന നമ്മുടെ കളക്ടർ. പക്ഷേ ആവന്തിക അവരുടെ കയ്യിലെ പുതിയ നറുക്കിട്ട് ആ നറുക്ക് ആദ്യം തിരിഞ്ഞ് ജില്ലാ കളക്ടറെ കാണിച്ചപ്പോൾ ജില്ലാ കളക്ടർ പൊട്ടിക്കരഞ്ഞല്ലോ. മലയാളത്തെക്കുറിച്ച് ഓർത്ത് കണ്ണുനീർ ഒരു തുള്ളിയെങ്കിലും ഭൂമിയിലേക്ക് ഇറ്റിച്ച ലോകത്തെ മുഴുവൻ മനുഷ്യൻ്റെയും കരുത്താണ് യഥാർത്ഥത്തിൽ ഇവിടെ വീടിൻ്റെ രൂപത്തിൽ നഗരത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാർ അവകാശവാദങ്ങളുടെ ഒന്നേയല്ല, ഇത് നമ്മളെല്ലാവരും ചേർന്ന് നടത്തിയ, മാധ്യമങ്ങളും അതിൽ വലിയ പങ്കുണ്ട്. ഞാനിപ്പോഴും ആലോചിക്കുന്നു, ഒരു ദിവസം രാവിലെ പരസ്പരം കാണാത്ത വിധത്തിൽ ഇങ്ങനെ നിന്ന് ഒരു മൈക്കിൻ്റെ ഇപ്പുറത്ത് ഞാനും അപ്പുറത്ത് ഞാൻ ചൂരൽമലയിലെ താൽക്കാലികമായി തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ഓഫീസിലിരുന്ന് ഉപ്പുമാവ് കഴിക്കുമ്പോഴാണ് നിങ്ങളിൽ ആരോ ഒരു മൈക്കുമായി എൻ്റെ മുമ്പിലേക്ക് വന്നത്. ഞാൻ കാണാത്തൊരിടത്ത് അരുണുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഈ മൈക്കിൻ്റെ രണ്ടറ്റത്ത് നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. പിന്നീട് അത് ഒരുമിച്ച് റിപ്പോർട്ടിൽ കണ്ടപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും കരയുകയായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം അത്ര തീവ്രമായിട്ടുള്ള അനുഭവങ്ങളുടെ കടാവർ ഡോഗ്സിനെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയിട്ട് സൂചിപ്പാറയിൽ നിന്നും മണത്തു മനുഷ്യൻ്റെ മൃതശരീരം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പുത്തുമലയിൽ നിറഞ്ഞു നിൽക്കുന്ന കുഴികളിലേക്ക് DNA കാർഡിൻ്റെ നമ്പർ മാത്രം എഴുതി ഒരു പേര് പോലും ഇല്ലാതെ മൃതശരീരം ഗൂഗിൾ സല്യൂട്ടോടെ പെരുമഴയത്ത് സംസ്കരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ മണ്ണ് വല്ലാത്ത ഓർമ്മകളുടെ ഒരു പെരുമഴക്കാലമാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പം ആത്മസംതൃപ്തിയാണ്. നമ്മൾ പറഞ്ഞെടുത്ത് തന്നെ വരികയാണ്. പുഞ്ചിരിമറ്റത്തെ 1750 അടി മുകളിൽ പൊട്ടിയ ഉരുളിന് ശേഷം പുഞ്ചിരികളൊരു മുറ്റത്തേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് അഭിമാനത്തോടെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സത്യത്തിൽ നമ്മളെല്ലാം റിപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടത്തേക്ക് എത്തുമ്പോൾ നമ്മുടെയൊക്കെ മാനസികാവസ്ഥയും അത് തന്നെയായിരുന്നു. സാറിനും അത് അറിയുന്നതാണത്. ആദ്യം റിപ്പോർട്ടറിനോട് അഭിനന്ദിച്ച് സംസാരിച്ചപ്പോഴും പറയണമെന്ന് കരുതിയാണ്. കാരണം നമ്മളൊക്കെ ഇവിടത്തേക്ക് എത്തുമ്പോഴും നമ്മുടെയൊക്കെ നെഞ്ച് സത്യത്തിലൊന്ന് എന്ത് ചെയ്യണം, എന്ത് റിപ്പോർട്ട് ചെയ്യണം, ഇത് റിപ്പോർട്ട് ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ഒരുപാട് ആശങ്കകളായിരുന്നു. അതുപോലെ തന്നെ ആശങ്കകളാണ് ഇപ്പോൾ ഒരു പുഞ്ചിരിയായി മാറുന്നത്. ഉറപ്പായിട്ടും ഞാൻ ഇന്നലെ എൻ്റെ ഒരു ആത്മസുഹൃത്തിനോട് പറഞ്ഞു, സാധാരണ വളരെ വാചാലമായിട്ട് എത്ര നേരം വേണമെങ്കിലും മൈക്ക് കിട്ടിയാൽ പ്രസംഗിക്കാൻ വിരോധമില്ലാത്ത ഒരാളാണ് ഞാൻ ഇന്നത്തെ ചടങ്ങിൻ്റെ അധ്യക്ഷൻ. ഒരു 5 മിനിറ്റ് പൂർത്തീകരിക്കാൻ എനിക്ക് പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം മനസ്സിലിങ്ങനെ ഒരു ജൂലൈ 30 പുരൾച്ച പൊട്ടിയ ഉരുള് മുതൽ ഈ മണ്ണിലൂടെ കടന്നുപോയ ദിനങ്ങളുടെ നീറുന്ന ഓർമ്മകൾ, മേപ്പാടി ആശുപത്രി മുതൽ ആശുപത്രികളുടെ വരാന്തകളിൽ ബന്ധപ്പെട്ടവർ അന്വേഷിക്കുന്നവരുടെ വിലാപങ്ങൾ, ആളറിയാതെ D. വിനയേന്ദ്രൻ്റെ കവിതയിൽ പറയുന്നത് പോലെ ആളറിയാതെ സെമിത്തേരി പറമ്പിൽ വന്ന് തിരിച്ചു പോകുന്നവരുടെ മനസ്സുകൾ, എത്ര ഭീകരമായിട്ടുള്ള ഓർമ്മകളാണ്. ആ മേപ്പാടി ആശുപത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് കയറി ചെല്ലുമ്പോൾ മന്ത്രിയാണെന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി ഒരു അമ്മൂമ്മയ്ക്ക്. ഞാൻ അമ്മൂമ്മയോട് ചോദിച്ചു വളരെ ധൈര്യത്തോടു കൂടി, പിന്നെ എന്താണ് വേണ്ടത് അമ്മൂമ്മയ്ക്ക്, നമുക്ക് തയ്യാറാക്കാം. ആ അമ്മൂമ്മനോട് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ കണ്ടു നിൽക്കലെ താഴത്തേക്ക് മണ്ണിൽ പൂണ്ടുപോയിട്ടുള്ള
അപ്പുറത്തെ വീട്ടിലെ 2 കൊച്ചുമക്കളുണ്ട്, അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഒരു മന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരിമിതികളെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തി അനുഭവിപ്പിച്ചൊരു ദുരന്തമായിരുന്നു ഈ ദുരന്തം. ഇതൊന്നും നമ്മുടെ കണ്ണിൽ നിന്ന് മറക്കില്ല. ഈ വീടുകളിലേക്ക് ഇവർ കയറുമ്പോഴും ഞങ്ങളുടെയൊക്കെ കണ്ണിൽ ഇങ്ങനെ വികാരം നിറഞ്ഞു നിൽക്കുന്നത്, നമ്മുടെയൊക്കെ വികാരം നിറഞ്ഞു നിൽക്കുന്നത്, ആ ഘട്ടത്തിൽ നമ്മളെല്ലാവരും ചേറുപൂണ്ട ഈ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് കളക്ടർ, ഞാൻ ആദ്യത്തെ ദിവസം 498 പേരെ വൈകുന്നേരം 7:30-ക്കുള്ളിൽ തിരിച്ചു കൊണ്ടുവന്ന മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള കോണിപ്പടിയും കയറും ഒക്കെ കെട്ടി പുന്നപ്പുഴയുടെ ഏറ്റവും തിരക്ക് കുറഞ്ഞൊരു സ്ഥലത്തുകൂടെ ആളെ കൊണ്ടുവരുമ്പോൾ ഞാൻ ഓടിയിറങ്ങി, വരെ എൻ്റെ താന്നു. അപ്പോൾ എന്നെ എടുത്തിട്ട് ഒരു അബൂബക്കർ എന്ന് പറഞ്ഞ ഒരു കടക്കാരനോട് പറഞ്ഞു, സാറ് പോയത് ഒരു കിണറിലേക്കാണ്. എനിക്കറിയായിരുന്നില്ല. ഇതൊന്നും മനസ്സിലാകാത്ത വിധത്തിൽ നമ്മളിങ്ങനെ വലിയ ഷൂ മുട്ടുവരെ ഇട്ടിട്ട് ഓടിപ്പോവുകയാണ്. ചവിട്ടാനും ചതിക്കാനൊന്നും പറ്റുന്നില്ല. ഇറങ്ങിപ്പോയത് ഒരു കിണറ്റിലേക്കാണ്, അവിടെ നിന്നാണ് ഞങ്ങൾ വലിച്ചു കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. എത്ര മനുഷ്യരാണ് ഇങ്ങനെ രാപ്പകലും സമയവും അവരുടെ പോസ്റ്റും അവരുടെ സ്വഭാവം ഒന്നും നോക്കാതെ ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച്. അതുകൊണ്ട് ഇപ്പം സന്തോഷമാണ്. പക്ഷേ നേരത്തെ ഉണ്ടായ ദുഃഖം ഇടയ്ക്ക് ഇങ്ങനെ കനിഞ്ഞ് കയറി മനസ്സിൽ വരും, അത്രയേ ഉള്ളൂ. മാഡം, മേഘശ്രീ മാഡം ഇവിടെ ചുമതല ഏറ്റെടുത്ത് കുറച്ച് നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെയാണ് ഇങ്ങനൊരു സമാനതകളില്ലാത്ത, രാജ്യം തന്നെ ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ളൊരു ദുരന്തം ഉണ്ടായിട്ടുള്ളത്. ഇതിനെ സർക്കാരും മറ്റ് സംവിധാനങ്ങളൊക്കെ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ഒരു ആത്മധൈര്യം എങ്ങനെ? അതൊരു കളക്ടറായിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററും സർക്കാരിൻ്റെ എല്ലാവരുടെ ഒരു എക്സ്പെക്റ്റേഷൻസും അവരെല്ലാവരും എന്താണ് തന്നിരിക്കുന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റി നമുക്ക് നിർവഹിക്കണം എന്തായിരുന്നു വലിയ ആഗ്രഹം. പക്ഷെ അതുപോലെ തന്നെ എനിക്ക് നല്ല ഗൈഡൻസും കിട്ടി, നല്ല രീതിയിലുള്ള സപ്പോർട്ടും കിട്ടി. പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ദുരന്ത ബാധിതർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്തു. നമ്മൾ പറയുന്ന കാര്യമാണെങ്കിലും, ബിക്കോസ് ചില കാര്യങ്ങളും നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യേണ്ടി വരും. എല്ലാ കാര്യത്തിലും അവരാ ഒരു അക്സെപ്റ്റൻസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ എല്ലാ കാരണങ്ങളും കൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചു. മിനിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അവന്തിക മോള് ആ വീടിൻ്റെ നറുക്കെടുത്തപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഒരു അമ്മ എന്നുള്ള രീതിയിലും ഒക്കെ വലിയ എന്താണ് എനിക്ക് പോലും പറയേണ്ടതെന്ന് അറിയില്ല, അതൊരു വല്ലാത്തൊരു വൈകാരികതയായിരുന്നു. അരുൺ സാറിനോടൊപ്പം നിന്നപ്പോൾ വേദിയിൽ സ്ക്രീനിൽ പൊട്ടിക്കരഞ്ഞതുപോലെ തന്നെയാണ് മാഡത്തിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവുക. അവളും ഇപ്പോൾ ഒരു പുതിയ വീട്ടിലേക്ക് മാറുകയാണ്. അവന്തിക അതുപോലെ തന്നെ അതിലെ ദുരന്തത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുണ്ട്, ഒരു പേരൻറ്റ് നഷ്ടപ്പെട്ടു പോയ കുട്ടികളുണ്ട്. സോ യൂഷ്വലി എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ ഒരു വൾനറബിൾ ഗ്രൂപ്പ് നമുക്ക് പറയാം, കുട്ടികളും സ്ത്രീകളും പിന്നെ നമ്മളെ ഈ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും. അപ്പോൾ ഈ ദുരന്തത്തിൻ്റെ വിശിഷ്ടത പറയുന്നതും ആ 3 കാറ്റഗറി നമ്മൾ ആദ്യമായിട്ട് സേഫ് ആക്കിയത് അവരെയാണ്. ഈ ദുരന്തത്തിലെ ഒരു ട്രൈബൽ ഫാമിലി മരണപ്പെട്ടു പോയിട്ടില്ല, അവർക്ക് ആവശ്യമായിട്ടുള്ള ഭൂമി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പട്ടയത്തിൻ്റെ കൂടെ അവർക്കും ROR കൊടുക്കാൻ പോവുകയാണ്. ഓരോരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ ചൈൽഡ് കെയർ പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ ബെയിലി പോലെയുള്ള സംരംഭം, അവർക്ക് മൈക്രോ പ്ലാൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റു എല്ലാ കാര്യങ്ങളും. സോ വി ഹാവ് എൻഷുർഡ് ദാറ്റ് മാക്സിമം നമ്മുടെ ഭാഗത്തിൽ നിന്നും എല്ലാവരെയും കംഫർട്ടബിൾ ആക്കി എടുക്കാൻ, വീടുകളും മാത്രം കൈമാറുന്നതല്ല, അവർക്കൊരു ഡിഗ്നിറ്റി കൂടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. മിനിസ്റ്ററെ, നമ്മളിപ്പോൾ ഈ വീട്ടിനകത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ്. നല്ല നേരത്തെ തന്നെ നമ്മളതിൻ്റെ ആദ്യഘട്ടത്തിൽ അതിൻ്റെ ഒരു മാതൃകാ വീട് തയ്യാറപ്പോൾ വന്ന് കാണിച്ചതാണ്. ഇപ്പോൾ എല്ലാ വീട്ടിലും എല്ലാ സൗകര്യങ്ങളോടുകൂടി 7 വർഷം മുതൽ 20 വർഷം വരെ ഗ്യാരണ്ടിയുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ ചുറ്റും മതിൽ, ഗേറ്റ് തുറക്കുന്നത് നേരെ റോട്ടിലേക്ക്, ഒരു പ്രതിസന്ധിയും പ്രയാസവും അവർക്കുണ്ടാകില്ല. എന്നാണ് അവർ വന്ന് താമസിക്കുന്നത് അതുവരെയുള്ള വാടക കൊടുക്കും. അതുവരെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന 9,000 രൂപ കൊടുക്കും. ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫുഡ് കൂപ്പണിൻ്റെ 1000 രൂപ കൊടുക്കും. അവരിവിടെ സുരക്ഷിതമാകും വരെ. അത് ഞങ്ങൾ കൊടുത്തൊരു വാഗ്ദാനമാണ്. കാരണം ഇപ്പോൾ വീട് പൂർണ്ണമായിട്ടും താമസയോഗ്യമാണെങ്കിലും ചിലരൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ റോഡിൻ്റെ പണിയൊന്നും കഴിഞ്ഞോട്ടെ, ഞങ്ങൾ പാല് കാച്ചാനുള്ളൊരു സമയം നോക്കിക്കോട്ടെ, നോമ്പുകൾ നടക്കുകയാണ്, നോമ്പുകളൊന്നും കഴിഞ്ഞോട്ടെ, സമയമുണ്ട്. അതൊന്നും പ്രശ്നമില്ല, അവരുടെ കയ്യിൽ ഇത് ഏൽപ്പിക്കുക. അവർക്കിനി എത്ര നാളാണോ വരാൻ പറ്റുക അന്നൊഴിഞ്ഞാൽ മതി. അവിടെ നിന്ന് അധികം താമസമൊന്നും ഉണ്ടാകില്ല. ചില ആളുകളിപ്പോൾ ഈ നോമ്പിൻ്റെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, ചില മുഹൂർത്തങ്ങൾ ചില ആളുകൾ നോക്കുന്നുണ്ട്, ഈ റോഡ് പണി ഒന്ന് തീരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ സെറ്റിലായ ഒരു സ്ഥലത്ത് നിന്നൊന്ന് പോരാനുള്ളൊരു പ്രയാസം ഉണ്ടല്ലോ, അതെന്നാണെങ്കിലും അതുവരെ കൊടുക്കും. ബാക്കി എല്ലാ സൗകര്യങ്ങളും അതിനകത്തുണ്ടാകും, ഒരു പ്രതിസന്ധി ഉണ്ടാകില്ല. എന്തായാലും ഈ നാടിൻ്റെ പുഞ്ചിരി, ആ പുഞ്ചിരി ഈ മായാതിരിക്കാൻ വേണ്ടി ഒരു നാടൊന്നാകെ ചേർന്നതിൻ്റെ ഒരു പ്രതിഫലം കൂടിയാണ് ഈ പറയുന്ന സന്തോഷം. ഉറപ്പായിട്ടും ഒരു നാട് ഒരു മനുഷ്യനെ പോലെ ഉയർത്തെഴുന്നേറ്റ് നിന്ന് നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളുടെ ഒരു പരിണത ഫലമാണ് ഈ നഗരം. ഈ നഗരം
ആരെങ്കിലും സമ്മാനിക്കുന്നതല്ല, നമ്മളെല്ലാവരും ചേർന്ന് ദുരന്തബാധിതരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കൈമാറുന്നതാണ് ഈ നഗരം. ഈ നഗരത്തിൽ ഇനി വരാനുള്ള വീടുകൾ എന്നേക്ക് എന്ന ചോദ്യമുണ്ട്. കാലവർഷം ആദ്യത്തെ തുള്ളി പെയ്യുന്നതിന് മുമ്പ് ഈ ലിസ്റ്റിൽപ്പെട്ട എല്ലാവരുടെ കയ്യിലും താക്കോലുണ്ടാവും, ഉറപ്പ്. എന്തായാലും ആ ഉറപ്പ് തന്നെയാണ് ഗവൺമെൻറ്റും സർക്കാരും ഒക്കെ നൽകിയിട്ടുള്ള ഉറപ്പ് തന്നെയാണ് ഇപ്പോൾ പാലിക്കപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയായിട്ടുള്ള 148 വീടുകളുടെ താക്കോലുകളാണ് കൈമാറും ചെയ്യുന്നത്. വളരെ മനോഹരമായ ഒരു പ്രദേശത്താണ് ഇതിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായിരിക്കുന്നത്. ഓരോ വീടുകൾക്കും വളരെ കൃത്യമായ രീതിയിൽ അതിൻ്റെ കിച്ചൺ, ബെഡ്റൂം അങ്ങനെ എല്ലാത്തിൻ്റെയും നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പൂർത്തിയായിട്ടുള്ള വീടുകളുടെ താക്കോൽ ദാനമാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി നിർവഹിക്കുന്നത്. എന്തായാലും ഒരുപാട് സങ്കടങ്ങൾ കുമിഞ്ഞുകൂടിയ ഒരു ഭൂമിയിൽ അത് പുഞ്ചിരിയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൽ നിന്നും കാണാൻ വേണ്ടി കഴിയുന്നത്. പുഞ്ചിരിമട്ടവും ചൂരൽമലയും ഒക്കെ കുത്തിയൊലിച്ചു പോയ ആ ദുരന്തത്തിൻ്റെ നാളുകൾ ഓർത്തെടുക്കാതെ ഈ പുഞ്ചിരിമുറ്റത്ത് നിൽക്കാൻ കഴിയുന്നില്ല. പക്ഷേ എങ്കിൽ കൂടി ആ ദുരന്തങ്ങളും ആ അതിജീവനവും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു പുഞ്ചിരിയിലേക്ക് കടക്കുന്ന സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. ആ നിമിഷത്തിൽ സർക്കാരും മറ്റ് ഉദ്യോഗസ്ഥ സംവിധാനവും എല്ലാവരും ഈ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള കരാറെടുത്തിട്ടുള്ള അതിലെ തൊഴിലാളികൾ അങ്ങനെ എല്ലാവരും ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ഒരു നാട്, നമ്മൾ ഒരു നാടിനെ പുനർനിർമ്മിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനോടൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ വയനാട്.